13-ാം നമ്പർ കാർ ചോദിച്ചു വാങ്ങി മന്ത്രി കെ.എം. ഷാജി. പകരം ആദ്യം അനുവദിച്ച 9-ാം നമ്പർ കാർ രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറുകയും ചെയ്തു. 13-ാം നമ്പർ കാർ ആരും ഏറ്റെടുത്തിരുന്നില്ല. ഹാൻസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഹാൻസ്, പൊതുവേ പ്രത്യേകിച്ചും ഈ ഒരു UDF മന്ത്രിമാർക്കൊക്കെ വലിയ തരത്തിലുള്ള ഒരു വിശ്വാസമുണ്ട്. ഈ ഒരു 13-ാം നമ്പർ അത്ര ശരിയല്ല എന്നുള്ളത്, അത്തരം ഒരു അന്ധവിശ്വാസമുണ്ട്. എന്നാൽ അതിനെ കാറ്റിൽ പറത്തി 13-ാം നമ്പർ വാങ്ങാൻ ധൈര്യം കാണിച്ചിരിക്കുകയാണ് കെ.എം. ഷാജി. അപ്പോൾ എന്താണ് കെ.എം. ഷാജി ഇക്കാര്യത്തിൽ പറയുന്നത്? സ്വാതി പറഞ്ഞതുപോലെ തന്നെയാണ് മന്ത്രിമാരുടെ ഇടയിൽ ഈ ബംഗ്ലാവ് ഔദ്യോഗിക വസതി സ്വീകരിക്കുന്നതിലും അതിനോടൊപ്പം തന്നെ ഈ കാറിൻ്റെ ഔദ്യോഗിക നമ്പർ സ്വീകരിക്കുന്നതിലുമൊക്കെ ഒരു അന്ധവിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ഈ ഔദ്യോഗിക വസതി എടുത്തു നോക്കുകയാണെങ്കിൽ മൻമോഹൻ ബംഗ്ലാവ് പൊതുവെ മന്ത്രിമാരാരും തന്നെ സ്വീകരിക്കാറില്ല. അതിനോടൊപ്പം തന്നെയാണ് ഈ കാറിന് 13-ാം നമ്പർ നൽകുന്നതും. നേരത്തെ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് ഈ മൻമോഹൻ ബംഗ്ലാവിലേക്ക് മാറിയെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം അത് ഏറ്റെടുത്തെങ്കിലും ഈ 13-ാം നമ്പർ മാത്രം ഏറ്റെടുക്കാൻ ഒരു മന്ത്രിയും തയ്യാറായിരുന്നില്ല. പൊതുവേ ഈ 13-ാം നമ്പർ ഏറ്റെടുത്താൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ മന്ത്രിമാരുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു പരിഹാരം ഇപ്പോൾ വന്നിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജിയാണ് ഇപ്പോൾ 13-ാം നമ്പർ ചോദിച്ചു വാങ്ങിയിരിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിന് അലോട്ട് ചെയ്തിരുന്ന നമ്പർ 9 ആയിരുന്നു. പക്ഷേ ആ നമ്പർ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നൽകി. അദ്ദേഹത്തിന് നേരത്തെ അനുവദിച്ചിരുന്നത് 21-ാം നമ്പർ ആയിരുന്നു. അതിനു പകരം ഇനി മുതൽ രമേശ് ചെന്നിത്തല 9-ാം നമ്പർ ഉപയോഗിക്കും. അതേസമയം കെ.എം. ഷാജി 13-ാം നമ്പർ ഉപയോഗിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകിട്ട് ഈ നമ്പർ കാറിൽ ഘടിപ്പിക്കുമെന്നാണ് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. കഴിഞ്ഞ 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തോമസ് ഐസക്കും അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് മന്ത്രി പി പ്രസാദുമായിരുന്നു ഈ 13-ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്നത്. ഇനിയിപ്പോൾ ഈ കാറിന് അല്ലെങ്കിൽ ഈ നമ്പറിന് പുതിയൊരു ഉടമ, ഒരു അവകാശി വന്നിരിക്കുകയാണ്. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജിയാണ്. സ്വാതി. ശരി ഹാൻസ്, എന്തായാലും 13-ാം നമ്പർ കാറിനും അതുപോലെ മൻമോഹൻ ബംഗ്ലാവിനും ഒന്നും ഒരു പ്രശ്നവുമില്ല എന്ന് തെളിയിക്കുക, അത്തരം ഒരു മാതൃക കൂടിയാവുകയാണ് ഇപ്പോഴത്തെ മന്ത്രിമാർ. ഇപ്പോൾ OJ ജനീഷ് ആണെങ്കിലും കെ.എം. ഷാജി ആണെങ്കിലും അത്തരം ചില വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങളാണ് അവർ എടുത്തത്.